വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മേക്കിംഗ് ആണ് കാണിക്കുന്നത്. ഹെയർ ആക്സസറീസ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ കൂടണേ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഒരുപാട് ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോസും പിന്നെ നിങ്ങളുടെ ഡൗട്ടിൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻസും ഒക്കെ പറയാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, മെറ്റീരിയൽസ് ഏറ്റവും റേറ്റ് കുറവിൽ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് ഈ നെറ്റ് ക്ലോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഇതുവരെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ഇന്നും കൂടി നിങ്ങൾ ഈ മേക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഒരു കഴിവില്ല എന്ന് വിചാരിക്കുന്നവർക്കും വളരെ സിമ്പിളായിട്ട്, അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനൊരു ചെറിയ കുട്ടീനെ വെച്ചാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും അതുപോലെ വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങളൊന്ന് ഉറങ്ങുന്ന ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൽ നമുക്ക് ഒരു ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ നെറ്റ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അളവുകളൊന്നും പറയില്ല, കാരണം നിങ്ങളുടെ ഒരു കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരേ അളവിൽ കട്ട് ചെയ്യാൻ നോക്കുക. ഒരു 4 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ ഒക്കെ എടുക്കാം. എന്നിട്ടത് നടുവിൽ ഇതേപോലെ മടക്കി കൊടുക്കുക. പകുതിയായിട്ട് മടക്കുക. ശേഷം ഇത് മുഴുവനായിട്ട് തുന്നി കൊടുക്കുക കേട്ടോ. നടുവിൽ മടക്കിയിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ കൊടുക്കുക. അങ്ങനെ കുത്തി കുത്തി തുന്നില്ലേ, അതേപോലെ തുന്നി പോവുക. വളരെ ഫാസ്റ്റായിട്ട്, ഒരു നീളമുള്ള സൂചിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പണി കഴിയും കേട്ടോ. ഇതേപോലെ കുത്തിട്ട് ഫാസ്റ്റായിട്ട് തുന്നിയെടുക്കുക. ഇത് കംപ്ലീറ്റായിട്ട് ഇതേപോലെ തന്നെ തുന്നി കൊടുക്കുക കേട്ടോ. ശേഷം ഇതൊന്ന് ജോയിൻ ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക. രണ്ട് എഡ്ജും നോക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അപ്പം നിങ്ങൾക്ക് ടിക് ടാക്കിലോ ഹെയർ ബാൻഡിലോ ഒക്കെ ഇത് ഇങ്ങനെ വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സൈസിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് തുണിയുടെ വീതി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു എഡ്ജ് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. മറ്റേ പീസിൻ്റെ ഉള്ളു ഒന്ന് കുത്തിയിട്ട് വലിക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. രണ്ട് എൻഡിലുള്ള നൂല് വലിച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്ന് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നടുവിൽ മടക്കുമ്പോൾ എക്സാക്റ്റ് നടു വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ 2 എണ്ണം പോലെ കാണിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നന്നാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ഹെയർ ബോയിൽ യൂസ് ചെയ്യാം കേട്ടോ. നടുവിൽ എന്തെങ്കിലും ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ട്. പക്ഷേ ഞാൻ ഇവിടെ കുറച്ചുകൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ് പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 സെൻറ്റിമീറ്ററിലാണ് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പം നീളം ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ 1/2 മീറ്റർ കട്ട് ചെയ്തെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു നീളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലോത്ത് വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിച്ചാൽ മതി, ഒരു 1/2 മീറ്റർ വാങ്ങിച്ചാൽ മതി. നിങ്ങൾക്ക് 100 രൂപയിൽ 5 കളേഴ്സ് കിട്ടും. ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കില്ലെങ്കിൽ ഒരു 8 പെയർ ടിക് ടാക്കൊക്കെ 8 പെയർ 9 പെയർ ടിക് ടാക്കൊക്കെ ഒരേ കളർ വെച്ചിട്ട് ഇതേപോലത്തെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും 1/2 മീറ്റർ കൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ശേഷം നേരത്തെ തുന്നിയ പോലെ തന്നെ നടുവിൽ മടക്കണില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരൊറ്റ പീസ് സിംഗിൾ പീസ് എന്ത് ചെയ്യുക, നടുവിൽ കുത്തിയിട്ട് ഒന്ന് തുന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ആയി വീഡിയോസ് ഇടാറില്ല, അതുകൊണ്ട് വ്യൂസ് ഒന്നുമില്ല. ഒന്ന് എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടൻറ്റ് എന്നുള്ളതൊന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വീഡിയോസ് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ ഇഷ്ടം എങ്കിൽ, ഇപ്പോൾ 1-2 ആൾക്കാരെങ്കിലും സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവരോട് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയാണ്. ഇപ്പോൾ സ്മിത, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഷൈനി, 2-3 റെഗുലറായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയാണ്. അപ്പോൾ ഒന്ന് വീഡിയോസ് എന്തൊക്കെയാണ് വേണ്ടിയെന്നുള്ളതും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യണേ. നമ്മൾ ഇതേപോലെ മുഴുവനായിട്ട് കൊടുത്തിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യണത്.
ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വലിയ ഫ്ലവറിലേക്ക് ഈ ചെറിയ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പല കളേഴ്സിൽ ഇങ്ങനത്തെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ സെലക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയിലുണ്ടാവും. നല്ല ഡാർക്ക് കളേഴ്സ്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ശേഷം ഒരു ഫ്ലവറും കൂടി ഞാൻ ഇവിടെ ഒട്ടിച്ച് കൊടുക്കണ്ടേ. ഒട്ടിച്ച് കൊടുക്കുകയോ തുന്നി കൊടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ടിക് ടാക്കിലോ അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിലോ നൈലോൺ ബാൻഡിലോ എന്തിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ പെയറായിട്ട് സെയിൽ ചെയ്യാൻ നോക്കുക. സിംഗിൾ പ്രോഡക്റ്റ് നിങ്ങൾ പറഞ്ഞില്ല ഓൺലൈനിലൊക്കെ സെയിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, പെയറായിട്ട് ചെയ്ത് കൊടുക്കുക. ഒരു ഹെയർ ബോയും 2 ടിക് ടാക്കും, അല്ലെങ്കിൽ ഒരു നൈലോൺ ബാൻഡും ഒരു ഹെയർ ബോയോ ടിക് ടാക്ക് അങ്ങനെയൊക്കെ പെയറായിട്ട് സെയിൽ ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം കേട്ടോ. കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോസൊക്കെ നിന്നു പോയത്. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നു. സ്കൂൾ തുറക്കുമ്പോഴാണ് ഇപ്പോൾ ഫ്രീ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂൾ പൂട്ടുമ്പോഴാണ് ഭയങ്കര ബിസി. നമ്മളുണ്ടല്ലോ ചെയ്യുമ്പോൾ മാക്സിമം സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് അവിടെ നിന്നോളും. ഇപ്പോൾ നമ്മളോട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സൊക്കെ വീണ്ടും വീണ്ടും നമ്മളെടുത്ത് തന്നെ വാങ്ങിക്കും. പെട്ടെന്ന് ഫ്ലവറൊക്കെ ഇളകി പോരുമ്പോൾ വീണ്ടും അവർ നമ്മളെ നിന്ന് വാങ്ങിക്കില്ലല്ലോ. അപ്പോൾ മാക്സിമം നിങ്ങളൊരു തുന്നൽ കൊടുക്കാൻ നോക്കുക. പിന്നെ ഫ്ലവർ നമ്മൾ സാധാ ഒട്ടിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് സൂചി നൂല് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഫ്ലവറും ഇതേപോലെ തന്നെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇത് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് ഒന്നായിട്ടൊരു ഷോർട്ട്സായിട്ട് കാണിക്കാം കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു വൈറ്റ് ഫ്ലവറും കൂടി ഞാനിതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ സൂചി നൂലും വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നൂല് കാണുമൊന്നുമില്ല കേട്ടോ, നല്ല പെർഫെക്റ്റായിട്ട് നിന്നോളും. ഞാൻ കൂടാതെ ഒട്ടിക്കുന്ന സമയത്ത് ഗമ്മും കൂടി വെക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഹെയർ ബാൻഡിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും. പല കളറും നെറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഒന്നായിട്ട് സെയിൽ ചെയ്യാൻ വെക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു 4 കളറൊക്കെ ഒരുമിച്ച് സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കിംഗ്. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. താങ്ക് യു. പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ടിക് ടാക്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ഹെയർ ബാൻഡ് 2 ടിക് ടാക്കിൽ കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ പെയറാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.